السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على خير خلقه سيدنا محمد خاتم النبيين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട അധ്യക്ഷൻ, കൈത്താങ് ശിഹാബ് തങ്ങൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ജനാബ് KP അമീൻ സാഹിബ്, വേദിയിലുള്ള തവനൂർ നിയോജകമണ്ഡലത്തിന്റെ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഹുമാന്യനായ അബ്ദുള്ള കുട്ടി സാഹിബ്, പ്രിയപ്പെട്ട സഹീർ നല്ലളം, AP അബൂബക്കർ കുട്ടി, CM റസാഖ് ഹാജി, കുഞ്ഞുട്ടി, ഹബീബ് റഹ്മാൻ, നാസർ, ഇസ്മയിൽ, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ഗഫൂർ CP, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൂട്ടായി ആശാൻപടിയിൽ കൈത്താങ് ശിഹാബ് തങ്ങൾ ട്രസ്റ്റ് നിർമ്മിച്ച ബൈത്തുർ റഹിമയുടെ താക്കോൽദാന കർമ്മം ആദരണീയനായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത്, ആതുര സേവന രംഗത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യ രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാതൃകയാവുകയാണ്. ഇന്നലെ ജാർഖണ്ഡിലെയും ഉത്തരേന്ത്യയിലെ മറ്റ് ഗ്രാമങ്ങളിലെയും കുടിനീരിനു വേണ്ടി ദാഹിക്കുന്ന പാവപ്പെട്ട ഒട്ടേറെ ജനങ്ങൾക്ക് കുഴൽക്കിണർ നിർമ്മിച്ചു നൽകിക്കൊണ്ട് വളരെ വലിയ ഒരു വിപ്ലവകരമായ പ്രവർത്തനത്തിന് ലീഗ് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രിയങ്കനായ ബാബ ഹാജി സാഹിബും എത്തിയിട്ടുണ്ട്. ബൈത്തുർ റഹിമ എന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ ഏറ്റെടുത്ത ഒരു വലിയ ദൗത്യമാണ്. ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ചെറിയ തോതിൽ തുടങ്ങി ഇന്ന് ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിധം ബൈത്തുർ റഹിമ അതിന്റെ മുന്നേറ്റം തുടരുകയാണ്. ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മുസ്ലിം ലീഗ് പാർട്ടി അംഗീകരിക്കപ്പെടുമ്പോൾ ആദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലാണ് നമ്മളിത് നിർമ്മിച്ചത്. ആദരണീയനായ തങ്ങളുടെ ഒരു സവിശേഷത, പലപ്പോഴും ഒറ്റക്കിരുന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് തോന്നും ജീവിച്ചിരുന്ന തങ്ങളെക്കാൾ ശക്തനാണ് മരിച്ചുപോയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന്. കാരണം തങ്ങളുടെ ഓർമ്മകൾക്ക് അത്ര വലിയ കരുത്താണ് നമുക്ക് കിട്ടുന്നത്. ഓരോ പ്രദേശത്തും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്ത് കഴിഞ്ഞുപോയ ഇന്നലെയുടെ നായകന്മാരാണ്. ഈ പ്രദേശത്ത് നമ്മൾക്കറിയാം, ഈ നഗരി ഒരുക്കുന്നത് CMT അബ്ദുറഹ്മാൻ സാഹിബിന്റെ നാമധേയത്തിലാണ്. ഈ പ്രദേശത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരുടെ പ്രതിസന്ധികൾ മുസ്ലിം ലീഗ് പാർട്ടിയെ നേരിട്ടിരുന്ന കാലഘട്ടത്തിൽ നല്ല നെഞ്ചൂക്കിന്റെ കരുത്തോടുകൂടി ആ പ്രതിസന്ധികളെ നേരിടുകയും സംഘടനയുടെ വളർച്ചയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകുകയും ചെയ്ത ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരുടെയൊക്കെ തന്നെ കരുത്ത് എന്ന് പറയുന്നത് ലീഗിന്റെ ശക്തമായ നേതൃവൈഭവമായിരുന്നു.
ഈ കൂട്ടായിയുടെയും പരിസര പ്രദേശങ്ങളിലെയും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം എന്നത് ഒരു കേവല രാഷ്ട്രീയമല്ല. അത് ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ആദ്യമായി മുസ്ലിം ലീഗ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഈ പ്രദേശത്തേക്ക് കടന്നുവന്ന ചരിത്രം നാം കേട്ടിട്ടുണ്ട്. നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന കനോലി കനാൽ കടക്കാൻ അവർക്ക് കഴിയാതെ വന്നപ്പോൾ വസ്ത്രം കയ്യിൽ പിടിച്ച് നീന്തി ഇക്കരെ പറ്റിയ ഘട്ടത്തിൽ കടലോര പ്രദേശത്ത് മുഴുവൻ വറുതിയാണ്, ഈ സമയം രാഷ്ട്രീയം പറയാൻ പറ്റിയ സമയമല്ല എന്ന് കടലോരത്തെ ആളുകൾ പറഞ്ഞ ഘട്ടത്തിൽ ആദരണീയനായ തങ്ങൾ പറഞ്ഞത്രേ രാഷ്ട്രീയം പറയേണ്ട. തങ്ങൾ ആമീൻ വിളിച്ചു, എല്ലാവരും ഫാത്തിഹ വിളിച്ചു, തങ്ങൾ ഫാത്തിഹ ഓതി, എല്ലാവരും തങ്ങളവിടെ ദുആ ചെയ്തു. അന്ന് രാത്രി അവർ തിരിച്ചുപോയി. പിറ്റേന്ന് കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾ നിറയെ ചാകരയുമായാണ് കടലോരം അന്ന് പിറ്റേ ദിവസം ആഘോഷിച്ചത്. അവർ ചോദിച്ചത്രേ, ഇന്നലെ വന്ന് പ്രാർത്ഥിച്ച ആ തങ്ങൾ എവിടെ? ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ഭക്തി നിർഭരമായ കരുത്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ശക്തിയുടെ അടിത്തറ പാകിയ മണ്ണാണ് ഈ കൂട്ടായ്മ എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയപത, ആ രാഷ്ട്രീയത്തിന്റെ ഭൂമികയിലാണ് ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടക്കം കുറിക്കുന്നത്. അവിടെ നിന്നാണ് ലീഗ് ഇവിടെ വളരുന്നത്. ആ വളർച്ചക്കാണ് ഭവാനിയിലെ അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള, അബൂബക്കർ സാഹിബിനെ പോലെയുള്ള ഒട്ടേറെ കുഞ്ഞുമാൻ സാഹിബിനെ ഒട്ടേറെ പ്രഗത്ഭന്മാർ അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകുന്നത്. മുഹമ്മദ് മുഹാജിർ സാഹിബിനെ പോലെയുള്ള വലിയ ചിന്താധാരയുള്ള, വലിയ ചിന്തിക്കാൻ കഴിയുന്ന, ആ കാലഘട്ടത്തിൽ പ്രശസ്തമായ പുസ്തകങ്ങൾ പോലും മുഴുവൻ കണ്ടെത്തി വായിക്കുമായിരുന്ന മുഹാജിർ സാഹിബിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ. അങ്ങനെ ഒരുപാട് ആളുകളുടെ കരുത്തുള്ള മണ്ണാണ് ഈ മണ്ണ്. ഈ മണ്ണിന് രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം ലീഗിന്റെ വലിയ ശക്തമായ അടിത്തറയുണ്ട്. അങ്ങനെയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോഴും ഒരു ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്താണ് രാഷ്ട്രീയത്തിന്റെ നന്മ എന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴും ലീഗിന്റെ നന്മ എന്താണ്? ഇവിടെ നിങ്ങൾക്കറിയാം, CP ബാവ ഹാജി സാഹിബ് ഇരിക്കുന്നു. നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ബാവ ഹാജി സാഹിബിന്റെ സവിശേഷത എന്താണ്? ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിദേശ രാഷ്ട്രങ്ങളിലുള്ള നമ്മുടെ പ്രവാസികളെ ഒരുമിപ്പിച്ചു നിർത്താൻ അവരെ ഏകോപിപ്പിച്ചു കൊടുത്ത് KMCC എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന് ശക്തി പകരാനാണ്. KMCCയുടെ പ്രത്യേകത എന്താണ് ഇവിടുത്തുകാർക്ക് അറിയണോ? ലീഗ് എന്താണെന്നറിയേണ്ടവർക്ക് പരിശുദ്ധ ഹജ്ജ് കർമ്മം ആരംഭിക്കുകയാണ്. ഹജ്ജ് കർമ്മം ആരംഭിക്കുന്ന ഓരോ ഹാജിക്കും അറിയാം ഒരു ഹജ്ജ് ചെയ്യിക്കുന്ന ഘട്ടത്തിലെ അവസ്ഥ എന്താണെന്ന്. KMCCയുടെ ഒരു പ്രവർത്തകനോടൊപ്പം കഴിഞ്ഞ ഒരു മാസം മുമ്പ് മക്കയിൽ വെച്ച് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ പ്രത്യേകത നിങ്ങൾ കേൾക്കണോ? ഞാൻ ചോദിച്ചു, എന്തേ? ഈ കഴിഞ്ഞ ഹജ്ജിന് 250 പേരെ തന്റെ ചുമയിലിൽ ചുവന്നിട്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി തന്റെ ശരീരത്തെ ഉപയോഗപ്പെടുത്തിയ ആളാണ് ഇദ്ദേഹം. നമ്മുടെ KMCCയുടെ പ്രവർത്തകരെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ഹജ്ജ് സീസണിൽ ഉത്തരത്താണി ഒരു ഹോട്ടലിരിക്കുകയാണ്. ആ സമയത്ത് ഹജ്ജ് കഴിഞ്ഞ് കുടുംബങ്ങൾ അങ്ങനെ മടങ്ങുകയാണ്. ഹോട്ടലിലേക്ക് ഒരു ഹജ്ജ് യാത്ര കഴിഞ്ഞെത്തുന്ന ഒരു ഉമ്മയും കുറെ ആളുകളും വന്നു. ആ കണ്ട ഉടനെ ആ മകൻ ഉമ്മയോട് പറഞ്ഞത്, ഉമ്മ, ഈ ആൾ ആരാണെന്നറിയോ? ഉമ്മ മക്കയില് അന്ന് കഞ്ഞിക്ക് വേണ്ടി പ്രയാസപ്പെട്ട ഒരു ഘട്ടമുണ്ടായില്ലേ? ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് കഞ്ഞി എത്തിച്ചു തന്ന KMCCയിലെ ആ KMCCയുടെ നേതാക്കളാണ്. നിങ്ങൾ ഓർക്കുന്നത് ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ ഏത് കോണിലും വേദനിക്കുന്നവന്റെ കൈ പിടിച്ചുയർത്താൻ ഒരു കൈത്താങ്ങായി ലീഗ് ഉണ്ടായിട്ടുണ്ട്. CH സെന്ററുകളായാലും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും ആ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ലക്ഷ്യവും പിഴച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ സവിശേഷത എന്താണ്? ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന് പറയുന്നത് ഒരു കേവല രാഷ്ട്രീയക്കാരനായിരുന്നില്ല. ഖായിദെ മില്ലത്തിനേറെ സവിശേഷതയുണ്ടായിരുന്നു. ആ സവിശേഷത എന്ന് പറയുന്നത് ലോകം അംഗീകരിക്കുന്നതായിരുന്നു. രാഷ്ട്രീയത്തിന്റെ വിശുദ്ധിയായിരുന്നു. ആ വിശുദ്ധിയുടെ നിറകുടമായിരുന്ന ഖായിദെ മില്ലത്ത്
പ്രധാനമായ ഖായിദെ മില്ലത്തിനെ രോഗശൈലിയിൽ സന്ദർശിക്കാൻ വേണ്ടി രാജഗോപാലാചാരി എത്തിയപ്പോൾ പോലും ഖായിദെ മില്ലത്തിനോടൊപ്പം ഒപ്പമിരുന്ന് സംസാരിക്കാൻ മടി കാണിച്ച രാജഗോപാലാചാരി താഴെയിരുന്ന് ഖായിദെ മില്ലത്തിനോട് സംസാരിച്ചുകൊണ്ട് ഖായിദെ മില്ലത്ത് ആരാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ രാജഗോപാലാചാരിയെ പോലെയുള്ള ആളുകൾ. ആ ഖായിദെ മില്ലത്തിന് ഇന്ത്യ രാഷ്ട്രീയത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഖായിദെ മില്ലത്ത് യുഗപ്രഭാവനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് ചോദിച്ചത്, പണ്ഡിറ്റ്ജി, അങ്ങയെപ്പോലെ ഒരാൾ എല്ലാ കാലത്തും ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകാൻ അങ്ങേക്കാകുമോ? മുഹമ്മദ് മീരാൻ സാഹിബ് എത്തിയിട്ടുണ്ട്, ഷാഫി എത്തിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ. അങ്ങയെപ്പോലുള്ള യുഗപ്രഭാവനായ ഒരാൾ എല്ലാ കാലത്തും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഉണ്ടാകുമെന്ന് അങ്ങേക്ക് ഉറപ്പ് നൽകാനാകുമോ എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അനിവാര്യത എന്ത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എന്തിനാണ് എന്ന് ചോദിച്ച കാലഘട്ടത്തിലാണ് ഖായിദെ മില്ലത്ത് ചോദിക്കുന്നത്, അങ്ങയെപ്പോലെയുള്ള മതേതര ചിന്താഗതിയുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ എന്നുമുണ്ടാകും എന്ന് ഉറപ്പ് നൽകാനാകുമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ഒരാളാണോ? അല്ലല്ലോ. ധരിക്കുന്ന കോട്ടല്ലല്ലോ പ്രധാനം, വേഷമല്ലല്ലോ പ്രധാനം. ആ വേഷത്തിനേക്കാളും കോട്ടിനേക്കാളുമൊക്കെ അവരെടുക്കുന്ന നിലപാടുകളാണ് പ്രധാനം. അത് ദേശീയ വിഷയങ്ങളാകട്ടെ, അന്തർദേശീയ പ്രശ്നങ്ങളാകട്ടെ, രാജ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ വിഷയങ്ങളാകട്ടെ, അവിടെയൊക്കെ ആ നിലപാട് വ്യക്തമാണ്. ആ നിലപാട് വ്യക്തമാണ്. ഇന്ത്യ രാജ്യം സാർവദേശീയ രംഗത്ത് നമ്മുടെ യശസ് തകരുകയാണ്. പ്രധാനമന്ത്രി ലോകം മുഴുവൻ പറക്കുന്നുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ, ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദിസിന്റെ മണ്ണിൽ 23 വർഷത്തിന് ശേഷം ആദ്യമായി മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരം നിഷേധിക്കപ്പെട്ടു. ആ നിഷേധിക്കപ്പെടുന്ന ഘട്ടത്തിൽ രാജ്യത്ത് ഉയർത്തിപ്പിടിച്ച ഒരു ശബ്ദമുണ്ട്. ഇങ്ങനെ ഒരു ഘട്ടം പരസ്യ മുസ്ലിങ്ങൾ അനുഭവിച്ച കാലഘട്ടം ഒന്നും കടന്നുപോയിട്ടുണ്ട്. ആ കടന്നുപോയ കാലഘട്ടം പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലഘട്ടമായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടമായിരുന്നു. ലോകത്തിന് മുമ്പിൽ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പണ്ഡിറ്റ് നെഹ്റുവും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ പ്രഗത്ഭനായ ടിറ്റോയും ഈജിപ്തിന്റെ ഗമാൽ അബ്ദുൽ നാസറും ഒരുമിച്ച് നിന്ന കാലഘട്ടം. നമ്മുടെ ഗ്രാമങ്ങളിൽ മുഴുവൻ ഗമാൽ അബ്ദുൽ നാസറിന്റെ അതുപോലെ തന്നെ നെഹ്റുവിന്റെ ടിറ്റോയുടെ ചിത്രമുള്ള കലണ്ടറുകൾക്ക് ഇവിടുത്തെ പാവപ്പെട്ട വീടുകളുടെ ഗ്രാമങ്ങളിലെ കൊച്ചു കുടിലുകൾ അലങ്കരിച്ച കാലഘട്ടം. അന്ന് നെഹ്റുവിനും ഗമാൽ അബ്ദുൽ നാസറിനും പലസ്തീന്റെ കാര്യത്തിൽ ഒരു ശബ്ദമുണ്ടായിരുന്നത് ഇന്ത്യയുടെ ശബ്ദമാണ്.
അന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ എഴുതിയത് പലസ്തീന മണ്ണ് അറബികളുടേതാണ്, അതവർക്ക് അവകാശപ്പെട്ടതാണ്. ആ നിലപാടാണ് ഇന്ദിരാഗാന്ധി തുടർന്നത്. ആ നിലപാടാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഈ അഹമ്മദ് സാഹിബിനെ ഒളിസങ്കേതത്തിൽ കഴിയുന്ന യാസർ അറഫാത്തിന് അടുക്കൽ എത്തിച്ചത്. ഇന്ത്യ രാജ്യത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ സഹായവുമായി ഈ അഹമ്മദ് സാഹിബ് എത്തിയ ഘട്ടത്തിൽ യാസർ അറഫാത്ത് പറഞ്ഞ വാചകം എന്റെ പെങ്ങളുടെ നാട്ടിൽ നിന്നാണ്. എന്റെ പെങ്ങളെന്ന് വിശേഷിപ്പിച്ചത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അവിടെ നിന്ന് മാറി. ആ ഇന്ത്യ മാറിയത് നാം കണ്ടു. അങ്ങ് ഇസ്രായേലിൽ പോവുക മാത്രമല്ല, ഇസ്രായേലിന്റെ ഭരണാധികാരി നെതന്യാഹുവിനോടൊപ്പം അവിടെ പങ്കുവച്ച ദിനങ്ങൾ, അവിടെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ നയങ്ങളും അടിയറ പറഞ്ഞുകൊണ്ട് രാജ്യത്തിലെ സയനിസ്റ്റ് ഭീകരന്മാരുടെ സയനിസ്റ്റുകളുടെ പാവയായി തുള്ളുന്നത് നാം കണ്ടു. നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ യാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിന്റെ പിറ്റേ ദിവസം നമ്മൾ കേട്ടത് പലസ്തീനിൽ ജമാഅത്ത് നമസ്കാരം നടക്കുന്ന ഇമാമിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടുന്ന ജൂത പട്ടാളക്കാരെയാണ്. അവിടെ ചോര ചാലിട്ടൊഴുകുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏഷ്യാവൻകരയിൽ ചേരിചേരാ പ്രസ്ഥാനങ്ങളുടെ നായകന്മാരെന്ന നിലക്ക് ഈ മർദ്ദിതരായ ജനങ്ങളോടൊപ്പം, മുസ്ലിങ്ങളോടൊപ്പം, അറബികളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ആ നന്മകളെ നരേന്ദ്രമോദി അടിയറ വച്ചു. ഞാൻ പറഞ്ഞത് ലോകത്തിനു മുമ്പിൽ ഇന്ത്യയുടെ യശസ് താഴോട്ട് വന്നു. ലോകത്തിനു മുമ്പിൽ മാത്രമല്ല, നമ്മുടെ രാജ്യവും എത്തി നിൽക്കുന്ന അപകടകരമായ അവസ്ഥ. ആ രാജ്യം എത്തി നിൽക്കുന്ന അവസ്ഥയിലും ചെറുതല്ല. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും വരുന്നില്ല. രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾ, രാജ്യത്തിലെ ദളിതുകൾ അവർ വലിയ ഭീഷണിയിലാണ്. ആ ഭീഷണി ചെറുതല്ല. അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. രാജ്യത്തിന്റെ പരമോന്നതമായ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന തിരിച്ചെഴുതാനുള്ള വഴിയെന്ത് എന്ന് അന്വേഷിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ സവിശേഷത അതാണ് ലീഗുകാരൻ എന്നും ഉയർത്തിപ്പിടിച്ചത്. ആ ഭരണഘടന നമ്മുടെ വിയർപ്പ് കൂടിയാണ്. ആ ഭരണഘടന ചിട്ടപ്പെടുത്തുമ്പോൾ ഖായിദ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അടിയൊപ്പുവെച്ച ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടന രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ ഹനിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നജ്മഹത്തുള്ള മൗലാന അബുൽ കലാം ആസാദിന്റെ പേരക്കുട്ടിയാണ്. അബുൽ കലാം ആസാദിന്റെ പേരക്കുട്ടിയാണെങ്കിലും ചാണകം ചാരിയാൽ ചാണകം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നജ്മഹത്തുള്ള ന്യൂനപക്ഷങ്ങളുടെ കമ്മീഷന്റെ ചെയർപേഴ്സണാണ്. നജ്മഹത്തുള്ള പത്രക്കാരോട് പറഞ്ഞത് രാജ്യത്തിന് ന്യൂനപക്ഷങ്ങളായിട്ട് പാഴ്സികളേ ഉള്ളൂ. പാഴ്സികൾ കേവലം 69,000 പേരേ ഉള്ളൂ. 13 കോടിയിൽ പരം വരുന്ന മുസ്ലിങ്ങളെ ന്യൂനപക്ഷങ്ങളായി അംഗീകരിക്കാൻ കഴിയില്ല. ആരാ പറയുന്നത്? നജ്മഹത്തുള്ളയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിന്ന് രാജ്യത്തൊട്ടേറെ വഹിക്കാവുന്ന പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളൊക്കെ വഹിച്ച് രാജ്യസഭയുടെ അധ്യക്ഷ സ്ഥാനം വരെ അലങ്കരിച്ച നജ്മഹത്തുള്ള പറയുന്നത് രാജ്യത്ത് ന്യൂനപക്ഷങ്ങളായിട്ട് ഇനി പാഴ്സികളേ ഉള്ളൂ എന്നാണ്. ആ പ്രയോഗം ആലോചിക്കേണ്ടത് ഇന്ത്യയുടെ നിലപാടിന്റെ മാറ്റമാണ്. കാരണം രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികളിൽ പ്രഗത്ഭന്മാരായിരുന്ന മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള ആളുകൾ, ആസാദ് ACC സമ്മേളനത്തിൽ ചെയ്ത ഒരു പ്രസംഗമുണ്ട്. ACCയുടെ അധ്യക്ഷൻ എന്ന നിലക്ക് അന്ന് അബുൽ കലാം ആസാദ് പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളെ വിലയിരുത്തേണ്ടത് എണ്ണം നോക്കിയല്ല, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വിലയിരുത്തിയാണ്. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വിലയിരുത്തിയാണ്. നിങ്ങൾക്കറിയാം, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് വന്നു. ഈ റിപ്പോർട്ടുകളൊക്കെ പറയുന്ന ഒന്നുണ്ട്, രാജ്യത്തെ 30% മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇന്നും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. 13 കോടിയിൽ പരം വരുന്ന ജനങ്ങളിൽ 30% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെങ്കിൽ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രബലമായ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ എന്താണ്? മാറ്റങ്ങൾ ഉണ്ടാകണ്ടേ? ആ മാറ്റങ്ങൾക്കാരാണ് നേതൃത്വം കൊടുക്കേണ്ടത്? രംഗനാഥ മിശ്ര കമ്മീഷനും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുമൊക്കെ പറയുന്ന
മാറ്റമുണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾ ശക്തി ആർജിച്ചിട്ടുണ്ട്. അവര് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നേടിയിട്ടുണ്ട്. അത് കേരളത്തിലാണ്, തമിഴ്നാട്ടിലാണ്. അതിന് നേതൃത്വം മദ്രാസിലെ മുഹമ്മദ് ഇസ്മായിലാണ് എന്നവരെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ലീഗിന്റെ രാഷ്ട്രീയമായ അടിത്തറയുടെ പിൻബലത്തിലാണ് കേരള മുസ്ലിങ്ങൾ, തമിഴ്നാട് മുസ്ലിങ്ങൾ ആ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് എന്ന് അതവർ അംഗീകരിക്കുന്നുണ്ട്. ആ ഒരു പിൻബലമാണ് ഇന്ത്യയിൽ ഇന്ന് നമുക്കുള്ളത്. വർത്തമാനകാലത്ത് ഇന്ത്യ രാഷ്ട്രീയത്തിലും നമുക്ക് ഏറ്റെടുക്കാനുള്ള ദൗത്യം അതാണ്. നമുക്ക് വലിയൊരു ദൗത്യമുണ്ട്. അതുകൊണ്ടാണ് ജുനൈദ് കൊല ചെയ്യപ്പെടുമ്പോ അവിടെ ലീഗ് എത്തുന്നത്. അതുകൊണ്ടാണ് ഗോവധ നിരോധനത്തിന് പേരിൽ ആളുകൾ ആക്രമിക്കപ്പെടുമ്പോൾ, കൊല ചെയ്യപ്പെടുമ്പോൾ അവിടെ എത്തുന്നത്. അവിടെ എത്തേണ്ട നിലപാട് നമുക്കുണ്ട്. അവിടെ ലീഗുകാരുണ്ടോ എന്നതല്ല, അവരുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കണമെന്ന്. നിങ്ങൾക്കറിയാം, ജുനൈദിന്റെ സഹോദരൻ കോഴിക്കോട്ട് റാലിയിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഇന്നും ഓർക്കുന്നു. കാരണം ഞങ്ങൾ 5 പേരിറങ്ങി പുറപ്പെട്ട് അവസാനം ഞങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടിട്ട് ആ സഹോദരന്റെ ജനാസയുമായി ഞങ്ങൾ വീട്ടിലേക്കെത്തി. ആ വലിയ ഭീതിയോടുകൂടി കഴിയുമ്പോൾ ഇനി വീട്ടിൽ ആരും പുറത്തു പോകരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞെങ്കിലും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വീട് സന്ദർശിച്ച് ഞങ്ങളെ സമാശ്വസിപ്പിച്ചതിന് ശേഷം ഞങ്ങളുടെ പിതാവ് പറഞ്ഞത്, ധൈര്യപൂർവ്വം നിങ്ങൾ ലീഗ് നേതാക്കളോട് കേരളത്തിലേക്ക് പോവുക, എനിക്ക് എന്ന് പറഞ്ഞത് ലീഗ് എടുത്ത തീരുമാനമാണ്. ഞങ്ങൾ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളിൽ, പിന്നോക്ക ജനവിഭാഗങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ ലീഗ് പരിശ്രമിക്കുന്നു. നരേന്ദ്രമോദിക്ക് അതിലൊന്നുമല്ല താല്പര്യം. മോദിയുടെ നാടകം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഞാൻ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ പിണറായി വിജയനെ വിളിപ്പിച്ചുവല്ലോ, ഗവർണർ. പിണറായി വിജയനെ ഗവർണറെ വിളിപ്പിച്ചു. പിണറായി വിജയൻ പറഞ്ഞ ഗവർണർക്ക് വിളിക്കാൻ, അങ്ങോട്ട് ഞാൻ വരാം, വിളിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടെന്നൊക്കെയാണ്. പക്ഷെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആലോചിച്ചത്, കമ്മ്യൂണിസ്റ്റുകാർ ആലോചിച്ചു എന്ന് എനിക്കറിയില്ല, യോഗി ആദിത്യനാഥിനെ എത്ര തവണ വിളിപ്പിച്ചു ഗവർണർ? യോഗി ആദിത്യനാഥ് യുപിയുടെ മുഖ്യമന്ത്രിയാണല്ലോ. എത്ര വധം അതിനുശേഷം യുപിയിലുണ്ടായി? എത്ര ദളിതുകളെ ആക്രമിച്ചു? എത്ര മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടു? എന്തേ അങ്ങനെ ഒന്നില്ലാത്തത്? യോഗി ആദിത്യനാഥിനെ വിളിപ്പിച്ചിട്ട് മതി എന്നെ വിളിപ്പിക്കാനെന്ന് പിണറായി വിജയൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങൾക്കത് അറിയേണ്ടത്, അത് പറയേണ്ട ബാധ്യത ഉണ്ടായിരുന്നു. യോഗി ആദിത്യനാഥിനെ വിളിപ്പിച്ചിട്ട് എന്നെ വിളിപ്പിച്ചാൽ മതിയെന്ന് പറയണമായിരുന്നു. അത് പറയാനുള്ള ചങ്കൂറ്റം എവിടെയാ ചോർന്നു പോയത്? ഞാൻ പറയട്ടെ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിലപാടുകൾക്ക് നിങ്ങൾക്ക് അബദ്ധങ്ങൾ ഉണ്ടായി. ഞങ്ങൾക്ക് നിലപാടുകൾ തിരുത്തേണ്ടി വന്നില്ല. ഞങ്ങളുടെ നേതാവ് CH മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട്, ബഹറിൽ മുസല്ലയിട്ട് നമസ്കരിക്കേണ്ടി വന്നാലും RSS വിശ്വസിക്കൂല. പക്ഷേ ഇടതുപക്ഷം ആ നിലപാട് മാറ്റി. ആ നിലപാട് മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ആ നിലപാട് മാറ്റം കേരളത്തിൽ പല ഘട്ടങ്ങളിലായി ഞങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, കേരളം ആറ്റുനോറ്റുണ്ടാക്കിയ ഒരുപക്ഷെ ഈ പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനം എന്താണ്? ഒരു വികസന പദ്ധതി കൊച്ചി മെട്രോയാണ്. കൊച്ചി മെട്രോയാണ്. കൊച്ചി മെട്രോയാണല്ലോ ഈ കാലഘട്ടത്തിൽ, ഈ പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ വികസന പദ്ധതിയായി നാം കാണുന്നത്. ആ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം നടന്ന അതേ ആഴ്ചയിലാണ് കർണാടകയിലെ ബാംഗ്ലൂർ മെട്രോയും ഉദ്ഘാടനം ചെയ്തത്. ബാംഗ്ലൂരിലെ മുഖ്യമന്ത്രി ആരാണ്? സിദ്ധരാമയ്യ, കോൺഗ്രസുകാരനാണ്. സിദ്ധരാമയ്യ ആ ബാംഗ്ലൂർ മെട്രോയുടെ ഉദ്ഘാടനത്തിന് തെരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതി പ്രണബ് മുഖർജിയാണ്. ആർക്കൊരു അഭിപ്രായം അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയ രംഗത്ത് വളരെയേറെ പ്രതിസന്ധികളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ കടന്നുവന്ന് രാജ്യത്തിന്റെ രാഷ്ട്രപതിയുടെ കസേരയിലെത്തി. ആ രാഷ്ട്രപതിയുടെ കസേര ആ മാന്യതയോടെ കാത്തുസൂക്ഷിച്ച പ്രണബ് മുഖർജി ഒഴിയാൻ ദിവസങ്ങൾ നിൽക്കുന്ന ഘട്ടത്തിൽ പ്രണബ് മുഖർജിക്കുള്ള ആദരമായിട്ടാണ് ബാംഗ്ലൂരിൽ മെട്രോ സമർപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ,
ഞങ്ങൾ ആഗ്രഹിച്ചതും കമ്മ്യൂണിസ്റ്റുകാരായ പിണറായി വിജയനിൽ നിന്ന് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ പിണറായി വിജയൻ തെരഞ്ഞെടുത്തത് ആരെയാണ്? നരേന്ദ്രമോദിയാണ്. എന്തിനാണ് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദിയെ പട്ടും പർവ്വതാനിയും വിരിച്ച് എഴുന്നള്ളിക്കാൻ പിണറായി വിജയനെ പ്രേരിപ്പിച്ചതെന്താണ്? ആർക്ക് വേണ്ടിയാണിത് ചെയ്തത്? ആർക്ക് വേണ്ടിയാണിത് ചെയ്തത് എന്ന് മാത്രമല്ലല്ലോ, നരേന്ദ്രമോദിയെ കൊണ്ടുവരിക മാത്രമല്ല, പ്രോട്ടോകോൾ ഒന്നുമില്ലാത്ത കുമ്മനം രാജശേഖർ കുമ്മനത്തെ കൊണ്ടുപോയിട്ട് നരേന്ദ്രമോദിയുടെ ഇടത് ഭാഗത്തിരുത്തി വലത് ഭാഗത്ത് പിണറായി ഇരുന്നിട്ട് കേരളത്തിൽ BJP-ക്കാരന്റെ രാഷ്ട്രീയ അടിത്തറ എന്താണെന്ന് ഇങ്ങനെ വികസിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത എന്തൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഏറ്റെടുത്തു? ഞങ്ങൾക്കത് അറിയുന്നില്ല. അതാ നിങ്ങൾക്കറിയാത്തത്. എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ലേ? ഞാൻ ഇടതുപക്ഷക്കാരെ വർഗീയവാദികളെന്ന് വിളിക്കുന്നില്ല, ഇടതുപക്ഷക്കാരെ വർഗീയവാദിയെന്ന് ഞാൻ വിളിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ലേ? അത് നിങ്ങൾ സ്വയം ആലോചിക്ക്. പ്രണബ് മുഖർജി ബാംഗ്ലൂരിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നരേന്ദ്രമോദി കൊച്ചിയിലെത്തുന്നത്, കുമ്മനം രാജശേഖരൻ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്തിന്? ആരാണ് കുമ്മനത്തിന് ചുവന്ന നമ്പർ പ്ലേറ്റുള്ള നല്ല ഒന്നാം തരം ഔദ്യോഗിക കാർ കൊടുത്തത്? ആരാ കൊടുത്തത്? എവിടെയോ ചില പാളിച്ചകളുണ്ട്. ഇപ്പോഴതാ ഗവർണർ വിളിക്കുന്നു. ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് ഈ സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ചയുണ്ട് എന്ന് പറയേണ്ടി വന്നാൽ അത് കേരളത്തിന് അത്ര നല്ല ഒരു മെസ്സേജ് അല്ല. അത് കേരളത്തിന് അത്ര ഗുണകരമായൊരു മെസ്സേജ് അല്ല. കേരളത്തിൽ ഇന്ന് എത്തി നിൽക്കുന്നൊരവസ്ഥ, കേരളത്തിൽ BJP-യും CPM-ഉം വിചാരിച്ചാൽ ഈ നാട് സമാധാനപരമാകും എന്ന് കേരളീയ സമൂഹം ഒരുമിച്ച് ചിന്തിക്കുന്നുവെങ്കിൽ രാജ്യത്തെ വർഗീയവാദികളുടെ വളർത്തിക്കൊണ്ടുവരാനും അക്രമങ്ങളും അരാജകത്വവും ഉണ്ടാക്കാനും ശ്രമിക്കുന്നവരെ തിരിച്ചറിയാൻ നമുക്കാവണം. ഈ നാട് നാം അറിയേണ്ടത്, രാജ്യത്ത് നമുക്ക് വലിയൊരു ഡ്യൂട്ടി ഏറ്റെടുക്കാനുണ്ട്. രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയതയെ അക്രമത്തിന്റെ ഭാഷ കൊണ്ടല്ല നേരിടേണ്ടത്, മതേതര ശക്തികളുടെ പ്രതിരോധം വഴിയാണ്. ആ മതേതരത്വത്തിന്റെ പ്രതിരോധം തീർക്കാൻ കഴിയുന്ന വിധാനത്തിലേക്ക് നമ്മൾ എത്തണം. രാജ്യം വലിയ അപകടത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ രാജ്യം സാമ്പത്തികമായി കൂപ്പുകുത്തുകയാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ, 10 വർഷം കൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച രാജ്യത്തൊന്നാമതാകും. ഇപ്പോൾ ചൈന, ബ്രിട്ടൻ നമ്മുടെ പിന്നിലാണ് എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗിച്ചവരാണ്. മൻമോഹൻ സിംഗിന്റെ ബുദ്ധിപരമായ നിലപാടുകൾ വഴി നമ്മുടെ പിന്നിലെത്തിയിരിക്കുന്നു ബ്രിട്ടൻ എന്ന് പ്രസംഗിച്ചത് നിങ്ങൾ മറന്നിട്ടുണ്ടോ? അവിടെ നിന്ന് പോയി. നിങ്ങൾ അറിയേണ്ടത്, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 40 വർഷത്തിനിടയിലെ ഏറ്റവും തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ്. തകരുകയാണ് ഇന്ത്യ. രാജ്യത്തുള്ള മനുഷ്യർ എത്രയോ കാലഘട്ടമായി രാജ്യത്ത് നിലനിൽക്കുന്ന ചില ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങൾ എടുത്തു കളയുകയാണ്. നിങ്ങൾ അടിയന്തരമായിട്ട് ഓരോ വീട്ടമ്മയും ബാങ്ക് അക്കൗണ്ട് എടുക്കണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എന്തിനാണെന്നറിയാമോ? ആ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടാൽ മതി. അതുവഴി നിങ്ങൾ പണം നൽകിയാൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് ഇവിടുത്തെ ഓരോ ഗ്യാസ് കമ്പനിയും ആ ഗ്യാസിന്റെ സബ്സിഡി വന്നുകൊണ്ടേയിരിക്കും. എത്ര സന്തോഷപൂർവ്വമാണ് എടുത്തത്. സബ്സിഡിയുടെ ഒഴുക്ക് വീട്ടമ്മയുടെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് ഇവിടെ പ്രവാഹം. സ്വപ്നം കണ്ടവരല്ലേ? ഇന്ത്യ രാജ്യത്തിന്റെ സ്വിസ് ബാങ്കിൽ കിടക്കുന്ന അക്കൗണ്ട് മുഴുവൻ പിടിച്ചെടുത്ത് 15 ലക്ഷം രൂപ വീതം ഓരോ പൗരന്മാരുടെയും അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോ കൈയടിച്ചവരില്ലേ നമ്മള്? എവിടെ ഇന്ത്യ ഇന്ന്? എവിടെ? വിജയ് മല്യയെ പോലുള്ള വലിയ ധനാഢ്യന്മാരുടെ കോടിക്കണക്കിന് രൂപയുടെ കടമെടുത്ത ആസ്തി എഴുതിത്തള്ളിക്കൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറം നിങ്ങൾക്ക് ഗ്യാസിന് കിട്ടിയിരുന്ന സബ്സിഡി പോലും പിൻവലിക്കുകയാണ്. സബ്സിഡിയില്ല.
റേഷൻ അരിയുടെ സബ്സിഡി എന്ന് പിൻവലിക്കും എന്നറിയില്ല. കാരണം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ രാജ്യത്തിന്റെ ഈ ഒരവസ്ഥക്ക് അവസരമൊരുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചവരല്ല. അവർ എങ്ങനെയാണ് ഇന്ത്യ എങ്ങനെയായതെന്ന് അവർ പഠിച്ചിട്ടില്ല. രാജ്യ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഗതി എന്താണ്? ബംഗാൾ പട്ടിണിയുടെ കാലഘട്ടമാണ്. പഞ്ചാബിലെ ഗോതമ്പ് വയലുകൾ പാകിസ്ഥാനിലേക്ക് പോയ കാലഘട്ടം. മനുഷ്യൻ പട്ടിണി കടന്നു ഭരിച്ച ഇന്ത്യ രാജ്യത്തിന്റെ ധാന്യക്കൂടാരം എന്നത് പഞ്ചാബിന്റെ ഗോതമ്പ് വയലുകളാണ്. ഇന്ത്യക്ക് നഷ്ടപ്പെട്ട നാളുകൾ. ബക്രാന്നെങ്കിൽ അണക്കെട്ടുണ്ടാക്കി ഹരിത വിപ്ലവം കൊണ്ടുവന്ന് ഒരു രാജ്യത്തെ വളർത്തിക്കൊണ്ടുവന്ന് ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി മാറ്റി ഒരു രാജ്യത്തെ വളർച്ച പ്രാപിച്ച് ഇന്ത്യയാകുന്ന ഈ ഘട്ടത്തിലൊന്നും രാജ്യത്തിന്റെ ശത്രുപക്ഷത്ത് മാത്രം നിലനിൽക്കുക മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ നെഞ്ചി പിളർക്കാൻ വെടിയുണ്ട എതിർത്തവർ എന്നും ഈ രാജ്യത്തിന്റെ ശത്രുപക്ഷത്ത് നിന്നവർ ഇന്ന് ഇന്ത്യയുടെ ഭരണാധികാരത്തിലിരിക്കുകയാണ്. ആ ഭരണാധികാരത്തിലിരിക്കുന്നവർ വേദന അനുഭവിച്ചവരല്ല. അവർക്കെതിരെ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്ന മതേതര മുന്നേറ്റം, ആ മതേതര മുന്നേറ്റത്തിന് ഈ രാജ്യത്തിന് എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണയുണ്ടാകണം. മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത് രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ മുമ്പിലുള്ള കൃത്യമായ ഒരു പൊളിറ്റിക്കൽ മോഡലുണ്ട്. ആ മോഡൽ കേരളമാണ്. വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ വളർച്ച, മറ്റെല്ലാ മേഖലയിലുണ്ടായ വളർച്ച, ഇതാ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഏതാണ് ശരിയുടെ പാത എന്ന് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് ലീഗ് പറയുന്ന കാലഘട്ടമാണിത്. ഈ സംഘടനയ്ക്ക് കരുത്ത് പകരാൻ, ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് പകരാൻ നമുക്ക് കഴിയണം. മുസ്ലിം ലീഗിന്റെ ഏത് പ്രതിസന്ധികളിലും അതിന്റെ കുതിപ്പിലും സംഘടനയോടൊപ്പം നിന്ന ആശാൻപടിയിലെ ജനവിഭാഗത്തിനും അതിനെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, ബഹുമാന്യനായ സിബി ബാവ ഹാജിയാണ് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനു മുമ്പ് ജാർഖണ്ഡിലെ ദളിത് ന്യൂനപക്ഷങ്ങളെ, ആദിവാസികളെ സഹായിക്കുന്നതിന് വേണ്ടി